നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി എസ് മേനോൻ. ക്ലാസിക്കൽ മ്യൂസിക് ട്യൂട്ടോറിയലിൻ്റെ 29ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സപ്തതാള അലങ്കാരങ്ങളിൽ 6 താളങ്ങൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചതുരശ്രജാതി ഏകതാളമാണ്. ഇത്രയും നമ്മൾ പഠിച്ചു വന്ന താളങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു താളമാണ് ചതുരശ്രജാതി ഏകതാളം. ഇതിൻ്റെ അംഗസംജ്ഞ ഒരു ലഘു 4 അക്ഷരം ആണ് ഉള്ളത്. അത്രയേ ഉള്ളൂ ഏകതാളം. അതിൻ്റെ താളം വളരെ എളുപ്പമാണ് പാടാനും പഠിക്കാനും. അടി 1 2 3 ഇത്രയേ ഉള്ളൂ ഈ താളം. നമുക്കതൊന്ന് പാടി നോക്കാം. സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സാ നി ധ പ നി ധ പ മ ധ പ മ ഗ പ മ ഗ രി മ ഗ രി സ. നമുക്കതൊന്ന് താളമിട്ട് പാടി നോക്കാം. സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സാ നി ധ പ നി ധ പ മ ധ പ മ ഗ പ മ ഗ രി മ ഗ രി സ. ചേർത്ത് പാടാം. സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സാ നി ധ പ പ മ ധ പ മ ഗ പ മ ഗ രി മ ഗ രി സ. സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സാ നി ധ പ നി ധ പ മ ധ പ മ ഗ പ മ ഗ രി മ ഗ രി സ. സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സാ നി ധ പ നി ധ പ മ ധ പ മ ഗ പ മ ഗ രി മ ഗ രി സ. നമ്മളിപ്പോൾ ഇത് 1ാം കാലത്തിലാണ് പാടിയത്. ഇത് 2ഉം 3ഉം 4ഉം കാലങ്ങളിൽ പാടുകയും പ്രാക്ടീസ് ചെയ്യുകയും വേണം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകാരം പാടി പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അകാരം മാത്രമല്ല, അകാരം, ഇകാരം, എകാരം, ഉകാരം, ഒകാരം, ഈകാരം അങ്ങനെയുള്ള എല്ലാ
അക്ഷരങ്ങൾ വച്ചിട്ടും നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ രണ്ടാം കാലം ആവുമ്പോൾ ഒരടിക്ക് രണ്ടക്ഷരം എന്നുള്ള കണക്കിൽ വരും. സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സാ നി ധ പ മ ധ പ മ ഗ പ മ ഗ രി മ ഗ രി സ. സരി ഗ മ രി ഗ മ പ ഗ മ പ ധ നി സ സാ നി ധ പ മ ധ പ മ ഗ രി സ. സരി ഗ മ രി ഗ മ പ ഗ മ പ ധ നി സ സാ നി ധ പ മ ധ പ മ ഗ രി സ. അങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യുക. എത്രയും പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നന്നായി തൊണ്ട വഴങ്ങി കിട്ടും. ഇപ്പോൾ പഠിപ്പിച്ച ഏകതാളം, ചതുരശ്രജാതി ഏകതാളം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സപ്തതാള അലങ്കാരങ്ങളിൽ 7 എണ്ണവും കഴിഞ്ഞു. എല്ലാവരും കൃത്യമായി തന്നെ പ്രാക്ടീസ് ചെയ്യുക. നന്ദി.